നമസ്കാരം. ഹരിപ്പാട് കരുവാറ്റ കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരിയായ 13-കാരിയുടെ ഭയപ്പെടുത്തുന്ന ക്രിമിനൽ ചിന്തകൾ വെളിപ്പെടുത്തുന്നത് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ കേവലം ഒരു മോഷണം മാത്രമല്ല, മുത്തച്ഛനായ ശിവൻകുട്ടിയെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന കടുത്ത ആസൂത്രണമാണ് ഈ 8ാം ക്ലാസ്സുകാരി ദിവസങ്ങളോളം എടുത്ത് നടത്തിയതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. ഈ അരുംകൊലയുടെ വിചിത്രമായ വഴികളാണ് നോക്കുന്നത്. കരുവാറ്റ മാടപ്പുരയ്ക്കൽ പടീറ്റതിൽ ശിവൻകുട്ടി ചെട്ടിയാരെ കൊലപ്പെടുത്തിയ കൗമാര സംഘം ആദ്യം പ്ലാൻ ചെയ്തത് സിനിമകളെപ്പോലും വെല്ലുന്ന മറ്റൊരു കൊലപാതക രീതിയായിരുന്നു. ശനിയാഴ്ച രാത്രി മാവേലി എക്സ്പ്രസിൽ ഹരിപ്പാട്ടെത്തി അവിടെ നിന്ന് കരുവാറ്റയിലെ വാടക വീട്ടിലെത്തിയ പ്രതികൾ ആദ്യം ലക്ഷ്യമിട്ടത് വീടിന്റെ ഓട് നീക്കി മുകളിൽ നിന്ന് ഭാരമുള്ള വലിയ കല്ല് ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയുടെ തലയിലേക്കിട്ട് കൊലപ്പെടുത്തുവാനായിരുന്നു. എന്നാൽ മേൽക്കൂരയിലെ ഓട് മാറ്റിയപ്പോഴാണ് താഴെ മച്ചുണ്ടെന്ന കാര്യം പ്രതികൾ മനസ്സിലാക്കുന്നത്. ഈ ആദ്യ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് പ്രതികൾ ശുചിമുറി വഴിയുള്ള രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തതും. വീടിന്റെ പിന്നിലെ ശുചിമുറിയിൽ എക്സ് ഹോസ്റ്റ് ഫാനിനായി തുറന്നിട്ടിരുന്ന ചെറിയ എയർ ഹോളിലൂടെ മേൽക്കൂരയുടെ ഷീറ്റ് ഉയർത്തി മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള 2 പ്രതികൾ അകത്ത് കയറുകയായിരുന്നു. എല്ലാവരും 0 സൈസ് ആയതിനാൽ എയർ ഹോളിലൂടെ ഇവർക്ക് അനായാസം അകത്ത് കടക്കുവാൻ കഴിഞ്ഞു. തുടർന്ന് ഇവർ മുൻവാതിൽ അകത്തുനിന്ന് തുറന്ന് 3ാമത്തെ പ്രതിയും അകത്ത് കയറ്റി. ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് നഗ്നനാക്കി കിടക്ക വിരി കൊണ്ട് കൈകാലുകൾ കൂട്ടിക്കെട്ടി അതേ വിരി കൊണ്ട് കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് പ്രതികൾ കൊലപാതകം നടത്തിയത്. ഈ ക്രൂരത മുഴുവൻ +2 വിദ്യാർത്ഥിയായ കാമുകൻ വീഡിയോ കോളിലൂടെ തത്സമയം കാണിച്ചതായും മരണം ഉറപ്പുവരുത്തുവാൻ ഈ 13-കാരി വീഡിയോ കോളിലൂടെ കർശന നിർദ്ദേശം നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ പോലീസിനെ പോലും ഞെട്ടിച്ചത് കുറ്റകൃത്യത്തിന് ശേഷമുള്ള പ്രതികളുടെയും പെൺകുട്ടിയുടെയും കടുത്ത ഭയമില്ലാത്ത മാനസികാവസ്ഥയാണ്. കൊലപാതകത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന 4.5 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കൗമാര സംഘം നേരെ ഹരിപ്പാട് നഗരത്തിലേക്കാണ് പോയത്. ഞായറാഴ്ച പുലർച്ചെ KSRTC സ്റ്റാൻഡിനടുത്തുള്ള തട്ടുകടയിലെത്തി കൃത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ആവേശത്തിൽ ഇവർ ആഘോഷപൂർവ്വം ആഹാരം കഴിച്ചതായി CCTV ദൃശ്യങ്ങളും കടക്കാരുടെ മൊഴികളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു ഇവർ. കവർന്ന സ്വർണത്തിൽ 1.5 ഗ്രാമോളം വരുന്ന ചെറിയൊരു ഭാഗം 16,000 രൂപയ്ക്ക് വിൽക്കുവാൻ സഹായിച്ച പ്രാദേശിക വ്യക്തിയും കേസിൽ പ്രതി ചേർക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊലപാതകം നടന്ന ദിവസം പെൺകുട്ടി മനഃപൂർവ്വം സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചത്. കൊലപാതക സമയത്ത് തന്റെ സാന്നിധ്യം ഒഴിവാക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, തന്റെ മുത്തച്ഛൻ വീടിനുള്ളിൽ മരിച്ചു കിടക്കുമ്പോഴും ഒന്നും അറിയാത്തൊരു ഭാവത്തിൽ ഈ പെൺകുട്ടി സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് ഓണപ്പരീക്ഷ എഴുതുവാൻ പോകാനായി ഇറങ്ങി എന്നതാണ്. തിങ്കളാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തിയ ശേഷം പോലീസിലെത്തിയപ്പോൾ പരീക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞ ആ പെൺകുട്ടി തിടുക്കം കൂട്ടി. ഈ അസ്വാഭാവികമായ തിടുക്കവും പെരുമാറ്റവുമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിൽ കടുത്ത സംശയം ജനിപ്പിച്ചത്. ഒടുവിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ കേസ് തെളിയൽ നിർണായകമാവുകയായിരുന്നു. ഈ ക്രൂരമായ ആസൂത്രണത്തിലേക്ക് വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി എങ്ങനെ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന പശ്ചാത്തല വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. പ്രശ്നങ്ങൾ നിറഞ്ഞതും സംഘർഷഭരിതവുമായ കുടുംബാന്തരീക്ഷമായിരുന്നു ഈ പെൺകുട്ടിയുടേത്. അമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ള ഈ കുട്ടി ജനിച്ചയുടൻ അമ്മ വിദേശത്തേക്ക് പോവുകയും പിന്നീട് ആലപ്പുഴയിലെ ചിൽഡ്രൻസ് ഹോമിലും ബന്ധുവീടുകളിലുമായാണ് വളർന്നത്. 2 വർഷം മുൻപ് അമ്മ പുനർവിവാഹം കഴിച്ചതോടെ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതായി ഈ പെൺകുട്ടിക്ക് തോന്നി. മുൻപ് പലതവണ വീട്ടിൽ നിന്നും ഒളിച്ചോടിയ ചരിത്രമുള്ള പെൺകുട്ടിക്ക് മോശം കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. തന്റെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും ആൺകുട്ടികളുമായുള്ള സൗഹൃദങ്ങളും മുത്തച്ഛനായ ശിവൻകുട്ടി ശക്തമായി വിലക്കിയിരുന്നു. ഇതിനിടെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 14-നാണ് വീട്ടിലെ ഒരു ഉറ്റ ബന്ധുവിൽ നിന്ന് തനിക്ക് മോശം പെരുമാറ്റമുണ്ടായത് ഈ പെൺകുട്ടി തന്റെ 17-കാരനായ കാമുകനോട് ഫോണിലൂടെ പറയുന്നത്. ഇതോടെ അയാളെ കൊന്നു കളയണമെന്ന കർശന നിർദ്ദേശം പെൺകുട്ടി നൽകി. ഇതിനിടെ ശിവൻകുട്ടിയുടെ മകളെ പ്രസവ ശുശ്രൂഷയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഭാര്യയും ഒപ്പം പോവുകയും ചെയ്തതോടെ ശിവൻകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായ സാഹചര്യം നോക്കിയാണ് പ്രതികൾ കൃത്യം നടത്തിയത്. കാമുകന് പുതിയ ബൈക്കും പെൺകുട്ടിക്ക് ആഡംബര ഐഫോണും വാങ്ങുക എന്ന ലക്ഷ്യത്തിലാണ് പിന്നീട് അതിക്രൂരമായി കൊലപാതകം നടപ്പിലാക്കിയത്. ശനിയാഴ്ച രാത്രി 9:30-ക്കും പുലർച്ചെ 3-നും മധ്യയാണ് കരുവാറ്റയിലെ വാടക വീട്ടിൽ വെച്ച് ശിവൻകുട്ടിയെ പ്രതികൾ കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തി വീട്ടിൽ നിന്ന് 4.5 പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളും കവർന്ന പ്രതികൾ ഒട്ടും ഭയമില്ലാതെ നേരെ പോയത് ഈ ഹരിപ്പാട് നഗരത്തിലേക്കാണ്. ഈ കൊലപാതകം നടന്ന കരുവാറ്റയിലെ വീട്ടിൽ നിന്നും ഏകദേശം 7 കിലോമീറ്ററോളം സഞ്ചരിച്ച്
പ്രതികൾ ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപമെത്തി. അവിടെയുള്ള തട്ടുകടയിൽ കയറിയാണ് ഞായറാഴ്ച പുലർച്ചെ ഇവർ ആഘോഷപൂർവ്വം ഭക്ഷണം കഴിച്ചത്. ശിവൻകുട്ടിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ശ്വാസം മുട്ടിച്ചാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. തലയിൽ ആഴത്തിലുള്ള മുറിവുകളും ശരീരമാകെ പരിക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് വിഭാഗം അടുത്ത ദിവസങ്ങളിൽ പോലീസിന് കൈമാറും. ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത കരുവാറ്റ സ്വദേശിനിയായ പെൺകുട്ടിയെയും കൊല്ലം പരവൂർ സ്വദേശികളായ 3 ആൺകുട്ടികളെ നിലവിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ആസൂത്രണം ചെയ്തതുപോലെ കൃത്യം വിജയിച്ചതിന്റെ പൂർത്തിയാക്കിയതിന്റെ കടുത്ത ആവശ്യം തന്നെയായിരുന്നു ഇവരിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. ശനിയാഴ്ച രാത്രി ഇവർ ആരും തന്നെ ആഹാരം കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തേണ്ട യാതൊരുവിധ ഭയവുമില്ലാതെ തന്നെയാണ് ഇവർ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചത്. ഈ തട്ടുകടയിലെ CCTV ദൃശ്യങ്ങളും ആ സമയത്ത് കടയിലുണ്ടായിരുന്ന മറ്റ് ആളുകളുടെയും കടക്കാരുടെയും മൊഴികളും ഒക്കെയാണ് ഈ കേസിൽ പോലീസിന് കൗമാര സംഘത്തിലേക്ക് എത്തുവാൻ വഴിയൊരുക്കിയ ഏറ്റവും നിർണായകമായ ഒരു തെളിവ്. ഈ ഭക്ഷണശേഷമാണ് പ്രതികൾ ബസ് മാർഗം കൊല്ലം പരവൂരിലെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയത്. വീട്ടിലെ ഒരു ഉറ്റ ബന്ധുവിൽ നിന്ന് തനിക്ക് മോശം പെരുമാറ്റം ഉണ്ടായതായി ഈ പെൺകുട്ടിയാണ് കാമുകനെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ കൊലപാതകത്തിനുള്ള കർശന നിർദ്ദേശം നൽകിയതെന്നും ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും ആൺകുട്ടികളുമായുള്ള സൗഹൃദങ്ങളുമാണ് ഈ മുത്തച്ഛനായ ശിവൻകുട്ടി ശക്തമായി വിലക്കിയത്. ഈ പെൺകുട്ടിയുടെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗവും ആൺകുട്ടികളുമായുള്ള സൗഹൃദങ്ങളുമാണ് ഈ മുത്തച്ഛനായ ശിവൻകുട്ടി ശക്തമായി വിലക്കിയത്. ഇതിന്റെ കടുത്ത പകയെന്നോണമാണ് ഈ ഒരു ക്രൂര കൊലപാതകം. മാത്രമല്ല, ഈ ബന്ധുവിൽ നിന്ന് ഒരു മോശം പെരുമാറ്റം അഥവാ ബാഡ് ടച്ച് ഉണ്ടായതായും ഈ പെൺകുട്ടി ഈ കൗമാരക്കാരെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് തന്റെ ഇഷ്ടങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന മുത്തച്ഛനെ കൊന്നു കളയണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നത്. വീട്ടു സാഹചര്യങ്ങൾ കാരണം നേരത്തെ തന്നെ വീട് വിട്ടു പോകാനും മോഷണം നടത്താനും ഇവർ പദ്ധതിയിട്ടിരുന്നെങ്കിലും ഈ മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള പ്രകോപനമായി മാറിയത്. ഈ മധ്യവയസ്കന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കില്ലെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. സ്വർണം പണയം വയ്ക്കുവാൻ സഹായിച്ച വ്യക്തിക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ കൊലപാതകം നടത്തിയ ശേഷം തെളിവ് നശിപ്പിക്കുവാനായി പ്രത്യേക രാസവസ്തുക്കളൊക്കെ തന്നെ ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നു. പോലീസിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അമിത ആത്മവിശ്വാസം തന്നെയായിരുന്നു ഈ മുഖ്യ സൂത്രധാരയായ 13-കാരിക്ക് ഉണ്ടായിരുന്നത്. കാരണം താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ഉറപ്പിൽ കേസിലെ ഏറ്റവും നിർണായകമായ മൊബൈൽ ഫോൺ രേഖകളോ ചാറ്റുകളോ മായ്ക്കുവാൻ പെൺകുട്ടി ശ്രമിച്ചിരുന്നില്ല. കൊല്ലത്തു നിന്ന് ട്രെയിൻ മാർഗമെന്ന പ്രതികൾക്ക് കരുവാറ്റയിലെ വീടിന്റെ കൃത്യമായ ലൊക്കേഷൻ അയച്ചു കൊടുത്തതും കൊലപാതകം തത്സമയം വീഡിയോ കോളിലൂടെ കണ്ടതുമെല്ലാം ഈ ഫോൺ രേഖകൾ വഴിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് സംഘം സ്ഥലത്തെത്തി പെൺകുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചറിയുന്ന സമയം വരെ പ്രതികൾക്ക് കാര്യങ്ങൾ അപ്പോൾ ഫോൺ വഴി കൈമാറാൻ ഈ 13-കാരി അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയുടെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ തുടങ്ങിയതോടെയാണ് താൻ കുടുങ്ങുമെന്ന് പെൺകുട്ടിക്കും മനസ്സിലായത്. കേസിൽ തെളിവ് നശിപ്പിക്കാനായി സിനിമകളിൽ കാണുന്നത് പോലുള്ള വിചിത്ര വഴികളൊക്കെ തന്നെയാണ് ഈ പ്രതികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ കൊലപാതകത്തിനു ശേഷം വീടിന്റെ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്ന മുളകുപൊടി എടുത്ത് മുറികളിലെല്ലാം വിതറിയ പ്രതികൾ പോലീസ് നായ മണം പിടിച്ചു വരാതിരിക്കുവാൻ ശൗചാലയത്തിലും വീടിന് പുറത്തും ദ്രവരൂപത്തിലുള്ള കടുത്ത രാസവസ്തുക്കൾ തളിച്ചിരുന്നു. പ്ലാസ്റ്റിക് കുപ്പികളിലാക്കി കൊണ്ടുവന്ന ഈ രാസവസ്തുക്കൾ പിന്നീട് ശൗചാലയത്തിന് പിന്നിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം പോലും യാതൊരുവിധ കുറ്റബോധവുമില്ലാതെയാണ് ഈ പെൺകുട്ടി പെരുമാറിയതെന്നും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഞായറാഴ്ച രാത്രി 2 ചെറിയ കുട്ടികൾക്കൊപ്പം സമീപത്തെ കടയിലെത്തിയ പെൺകുട്ടി 5 പാക്കറ്റോളം പൊട്ടറ്റോ ചിപ്സ് വാങ്ങി. എന്നാൽ സാധാരണ രീതിയിൽ കടയിലേക്ക് കയറുന്ന പെൺകുട്ടി അന്ന് കടയ്ക്ക് പുറത്തു നിൽക്കാനും കടയുടമയ്ക്ക് മുഖം നൽകാതിരിക്കാനും മനഃപൂർവ്വം ശ്രദ്ധിച്ചതായി കടയുടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.